ആ മോനെ അവൾക്ക് ഫീസ് അടയ്ക്കണം, നീ പൈസ കൊണ്ട് കൊടുക്കും. എന്തോത്തിന്റെ ഫീസാ? അവരെ വീട്ടിൽ വിളിച്ചു പറ. കല്യാണത്തിന് മുമ്പ് നീ പറഞ്ഞില്ലയോ അവളെ പഠിപ്പിക്കാ ഒന്ന്. പെൻഡലാണ്ടിരിക്കുന്നു. അവരെ വീട്ടിൽ വിളിച്ചു പറ, ഫീസില്ല, ഫീസ് കൊടുക്കണ്ട, എന്തെങ്കിലും പൈസ ഒന്നും അമ്മ പോ. വരുന്നുണ്ട്. ശമ്പളം കിട്ടിയ ദിവസമാ. എന്താ താമസിച്ചത്? ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മച്ചിയുടെ ചാച്ചിയുടെ അടുത്ത് പോയിട്ട് വരിക. ഞാൻ കുറെ നേരം കൊണ്ട് നോക്കിയിരിക്കുക. ഇന്ന് ശമ്പളം കിട്ടുമല്ലായിരുന്നോ? ആദ്യത്തെ ശമ്പളേ ചാച്ചിയുടെ അമ്മയുടെയും കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരിക. അതിന് വീട്ടിൽ പോയത്? ശമ്പളം എൻ്റെ ഇല്ലേ ആരേണ്ടത്? എന്തിന്? ഫീസ് തരാൻ പറഞ്ഞപ്പോഴേ വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നോ? ഒരു പ്രാവശ്യം ചോദിച്ചപ്പോ തന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നെ അവര് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ. അപ്പൊ എന്താണേലും എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും. ഇപ്രാവശ്യം മാത്രമല്ല, ഇനി എല്ലാ പ്രാവശ്യവും എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു തുക ഞാൻ അവർക്ക് കൊടുത്തിട്ട് മിച്ചമുള്ള പൈസയേ ഉള്ളൂ അങ്ങോട്ട് തരത്തുള്ളൂ. അങ്ങോട്ട് തരുമല്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് എടുത്തുള്ളൂ. ശമ്പളത്തിന് വന്നേക്കുന്നു. കണ്ടോ അമ്മ, ഇവള് പറയുന്ന കേട്ടില്ലേ അമ്മേ? അവള് പറഞ്ഞത് എൻ്റെ ശരി. അവള് പഠിച്ചുകൊണ്ടിരുന്നപ്പം നിന്നോട് പൈസ വെച്ചിട്ട് കൊടുത്തില്ല. അവളെ വീട്ടിൽ പോയി കാശ് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത്, ശമ്പളം മേടിച്ച് അവളുടെ അമ്മേൻ്റെ അച്ഛൻ്റെ കൊടുത്ത്. അവള് ചെയ്തതിൻ്റെ ശരിയാണ്.